TV പുറത്തു കൊണ്ടുവന്ന് വെക്ക്. എല്ലാ ജനാലകളും അടയ്ക്കണം. ഹലോ, ആരകത്തുള്ളത്? ഹലോ ഹലോ, ആരകത്തുള്ളന്ന്? സാർ ബാറ്ററി വീക്കാണ് സാർ. സാർ ഹലോ, ഞാൻ സബ് ഇൻസ്പെക്ടർ കരുണാകരനാണ് സംസാരിക്കുന്നത്. അകത്ത് ആരാണ് ഉള്ളത്? ഹലോ ഇൻസ്പെക്ടർ. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഹലോ, who is this? ഓൾറെഡി ഓൺലൈനിൽ വീഡിയോ ട്രെൻഡിങ് ആണല്ലോ സർ. എന്നിട്ടും ഞാൻ ആരാണെന്ന് പരിചയപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണോ? അതെ, നീ ആരാണ്? നിന്റെ സംഘടന ഏതാണ്? നിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാ പറ. വാട്ട്സ് യുവർ ഡിമാൻഡ്? നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും കിട്ടും. പക്ഷെ അതിനു മുൻപ് ഐ നീഡ് റെസ്പെക്ട്. പറയൂ മാഡം, നിങ്ങളുടെ ഡിമാൻഡ് എന്താണ്? നിങ്ങൾ എവിടുന്ന് വരുന്നു? ഞാൻ എല്ലാ കാര്യങ്ങളും പറയാൻ ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ. അതിനു മുൻപ് ഇമീഡിയറ്റ്ലി നിങ്ങളുടെ കോൺസ്റ്റബിളിൽ ഒരാൾ കേരള 1 സെന്ററിലേക്ക് പോകാൻ പറയും. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പിന്നെ പറയാം. പോകാൻ പറഞ്ഞില്ലെങ്കിലോ? ഹലോ ഹലോ, കൺട്രോൾ റൂം, ഹാവ് യു ഹിയറിംഗ്? മാഡം, ടോയ്ലറ്റ്. ചേച്ചി, എൻ്റെ പേര് ഹെർബൽ രംഗസ്വാമിയാണ്. എനിക്കും ഈ ഓഫീസിനും ഒരു സംബന്ധമില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വിസിറ്റിംഗ് കാർഡൊന്ന് നോക്ക് ചേച്ചി. ഹെർബൽ എണ്ണ വിൽക്കുന്നവനാണ് ഞാൻ മാത്രം ഇന്ന് എൻ്റെ സെയിൽസ് ടാർഗറ്റ് തീർത്തില്ലെങ്കിൽ എൻ്റെ ശമ്പളത്തിൽ കാശ് പിടിച്ച് കളയും. നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ. എന്നെ ഒന്നും വിട്ട് കളയും. മാഡം, ഞാൻ ഡയബറ്റിക് പേഷ്യൻ്റാണ്. ടൈമിനനുസരിച്ച് ഇൻസുലിൻ എടുത്തേക്കണം. ഹാർട്ട് പേഷ്യൻറ്റും വേറെ. എന്തെങ്കിലും ടെൻഷനായാൽ ഹാർട്ട് നിന്ന് പോകും മാഡം. ഈ ചെറുക്കനെ എന്നെയും വെറുതെ വിട്ടേക്കണം മാഡം. ഇവിടെ വേറെ ആർക്കൊക്കെയാണോ പുറത്തു പോകേണ്ടത്? എല്ലാവരും കൈ പൊക്കിയല്ലോ. പക്ഷെ നിങ്ങൾക്കെന്ത് പറ്റി? അത് പിന്നെ കൈ പൊക്കിയ ഇവരെല്ലാരും ഇവിടെ ഇരുത്തിയിട്ട് എന്നെ മാത്രം പുറത്തേക്ക് വിടുമെന്ന് വിചാരിച്ചതാ. ചേച്ചി, ഞാൻ വേറൊരു ജോലിക്ക് വേണ്ടി വന്നതാ. വണ്ടിയാണെങ്കിൽ നോ പാർക്കിങ്ങിലെ പാർക്ക് ചെയ്തിരിക്കുന്നത്. പോലീസ് കണ്ടാ പോക്കോ, ഒന്ന് വിട്ടേക്ക് ചേച്ചി, പ്ലീസ് ചേച്ചി. മാഡം, ഹാഫ് ഡേ ലീവ് പറഞ്ഞിരുന്നു ഞാൻ. കാരണം എൻ്റെ മോളുടെ കല്യാണത്തിന് ഇൻവിറ്റേഷൻ കളക്ട് ചെയ്തിട്ട് പൂജ നടത്തിയിട്ട് വീട്ടിലേക്ക് പോകണം മാഡം. നാളെയാണെങ്കിൽ അമാവാസിയാണ്. ഇന്ന് തന്നെ ചെയ്യണം മാഡം. മാഡം, എനിക്ക് നല്ല പല്ല് വേദനയാ മാഡം. ഡോക്ടറെ അടുത്ത് അപ്പോയിന്റ്മെന്റ് അയച്ചാ വന്നിരിക്കുന്നത്. എന്തായാലും പോയേ പറ്റൂ മാഡം. പ്ലീസ് മാഡം. എല്ലാവരും ഇവിടുന്ന് പുറത്തേക്ക് വിട്ടിട്ട് ഞാൻ മാത്രം എന്തായിരുന്നു ടെമ്പിൾ റൺ കളിക്കണം. ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കുന്നത് വരെ ഇവിടുന്ന് ആരും പുറത്തേക്ക് പോവില്ല. ഇനി അഥവാ ആരെങ്കിലും പോവാൻ നോക്കിയാ അതുകൊണ്ട് ഉണ്ടാവുന്ന ഭവിഷ്യത്തിന് കാരണക്കാരി ഞാനല്ല. എല്ലാവരും ഇവിടെ മുമ്പിൽ വന്നിരിക്കും. മാഡം, സാർ എന്താണാവോ ചെയ്യുന്നത്? അത് എനിക്ക് താഴെ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതാ ചെയർ എടുത്ത്. നിങ്ങളുടെ കൂടെ വർത്താനം പറയാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. വന്നിവിടെ ഇരിക്കെ.
സർ ഒരു PC കേരള വണ്ണിലേക്ക് ഇപ്പൊ എത്തിക്കഴിഞ്ഞു. അടുത്തതെന്താ? ഒരു ബിൽ നമ്പർ എടുക്കാൻ പറയൂ. 1127. 047. ഹലോ മാഡം, നിങ്ങളുടെ തലയ്ക്കുന്ന വല്ല അസുഖമുണ്ടോ? അയ്യോ മാഡ്. ഈ നമ്പറിലുള്ള ഞങ്ങളുടെ വീട്ടിലെ ബെസ്കോം അക്കൗണ്ടിലേക്ക് 561 രൂപ അടയ്ക്കാൻ പറ. ചാർലി, ആദ്യത്തെ ഡിമാൻഡ് കഴിഞ്ഞല്ലോ. അടുത്തെന്താ? ഇപ്പൊ ഒരാളെ സുബയ സഹലിലേക്ക് പോവാൻ പറ. യെസ് സർ. കറന്റ്ലി ഐ എം എക്സ്പെക്ടിങ് മോർ ഡീറ്റെയിൽസ് സാർ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഇമ്മീഡിയറ്റ്ലി ഞാൻ സാറിനെ അറിയിച്ചേക്കാം. യെസ് സർ. യെസ് സർ. ഇത് നോക്ക്, ഇന്റലിജൻസിന്റെ അടുത്ത് നിന്ന് പൊട്ടൻഷ്യൽ തേർഡ് സംബന്ധിച്ച എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് നോക്ക്. കൂടാതെ സസ്പീഷ്യസിന്റെ ഫോൺ കോൾ എന്തെങ്കിലും മോണിറ്റർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും നോക്കണം. ഓക്കെ? ആ സർക്കിളുള്ള ഹംപിന് സീബ്ര ക്രോസ് വരയ്ക്കാൻ പറയൂ. സാർ, ഈ ഓഫീസിൽ ജോലി ചെയ്യുന്ന ചീഫ് അക്കൗണ്ടന്റ് അശോക് ദൽവായ് ഇന്ന് ലീവിലാണ്. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരൂ. ഹലോ മാഡം, എന്താ തമാശ കളിക്കാ? കളിക്കന്നെയാണല്ലോ. അപ്പോഴേ ആ ഒരൊറ്റ ആളെ അകത്തേക്ക് വിട്ടാ ഇവിടെയുള്ള എല്ലാവരും ഞാൻ വെറുതെ വിട്ടേക്കാം. ഇതല്പം വ്യത്യസ്തമായ കളിയാ. ശരി മാഡം, അയാൾ എവിടെ ഉണ്ടെങ്കിലും അയാളെ പിടിച്ച് ഇപ്പൊ തന്നെ കൊണ്ടുവന്നോളാം. ഇന്ന് തിങ്കളാഴ്ചയാ. അയാൾ സഞ്ജയ് നഗർ ആയുർവേദിക് സെന്ററിലായിരിക്കും. നിങ്ങളല്ലേ തളവയ്യ? എണീക്കോ. താനാരാ? ആദ്യം നിങ്ങൾ എണീക്കോ, എല്ലാം ഞാൻ പറയാം. ഇങ്ങോട്ടേ വരണ്ടേ? സാറ് വിളിക്കാണ്, വരൂ. ഏത് സാറ്? വീട്. ഞാനൊരു ഡ്രസ് ഒന്നും എടുത്തേ. എന്ത് അനുയായി കാണിക്കുന്നേ? ആ ദളവ അല്പസമയത്തിന് ഇവിടെ എത്തും. അകത്തുള്ളവരൊന്ന് പുറത്തേക്ക് വിടണം. ദളവയെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. അധികാരികൾ തരുന്ന ഗ്യാരണ്ടിക്ക് ഒരു വിലയുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് ഇവിടെ വന്ന് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഫസ്റ്റ് നിങ്ങൾ അദ്ദേഹത്തെ അകത്തേക്ക് വിട്, എന്നിട്ട് ഞാൻ ഇവിടെ ഉള്ളവരെ റിലീസ് ചെയ്യാം. ആ ദാ വരുന്ന കണ്ടില്ലേ എന്റെ പ്രൊമോഷൻ. ഇറങ്ങോ. സാറേ. അതെ മിസ്റ്റർ ദളവ, കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓഫീസിലൊരു സ്റ്റാഫ് പറയുന്നത് നിങ്ങൾ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നു, അതുകൊണ്ട് ഓഫീസിനകത്ത് അവർ ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന്. ഇപ്പം നിങ്ങൾ പറയണം, നിങ്ങളെ ഞാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണോ അതോ ഓഫീസിനകത്ത് പോയി കോംപ്രമൈസ് സംസാരിക്കുന്നോ? ആര്? ആ പ്രോജക്ട് ഓഫീസർ അരവിന്ദനല്ലേ? യു റൈറ്റ്. ഓഫീസിലെ ജോലി നോക്കാൻ പറഞ്ഞപ്പോ പുറത്ത് പ്രൈവറ്റ് അസൈൻമെന്റ്സ് എടുത്ത് അവൻ അങ്ങനെയൊന്നും ചെയ്യണ്ട, നിന്റെ ജോലി പോകുന്നു ഞാൻ പറഞ്ഞു. അത് മാത്രമല്ല, ഞാൻ ചെറുതായിട്ടൊന്ന് വരട്ടി. അത് ഹറാസ്മെന്റ് ആവോ? അതിനൊക്കെ സൂസൈഡ് ചെയ്യോ? അത് ശരിയാ സാറേ. കംപ്ലൈന്റ് കേസൊന്നും വേണ്ട സാറേ. അവനകത്തുണ്ടോ? ഞാൻ അകത്ത് പോയി രണ്ടെണ്ണം അവന് കൊടുത്തിട്ട് കൊണ്ടുവരാം. ബെഞ്ചമിൻ, എടോ ബെഞ്ചമിൻ, അച്ഛൻ ചെന്ന് ആ വാതിൽ തുറക്ക്. എല്ലാരും എവിടെ പോയിരിക്കുക? തുറക്ക്. ജോലി ചെയ്യുന്ന സ്ഥലമാകുമ്പോ രണ്ട് ചീത്തയൊക്കെ കേട്ടെന്നിരിക്കും. അതിനൊക്കെ ആത്മഹത്യയോ? ഓ എടോ ഒന്ന് മാറോ. ഗുഡ് മോർണിംഗ് അരവിന്ദ, എടാ നീ വിഷം കുടിച്ചോടാ അരവിന്ദ. എന്തിനാടാ മോനെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോടാ അരവിന്ദ? എന്തിനാടാ?
ഹലോ മാഡം, നിങ്ങളുടെ ഡിമാൻഡൊക്കെ പൂർത്തിയായല്ലോ. ഇപ്പൊ നിങ്ങളുടെ ടേൺ ആണ്. അവരെ പുറത്തേക്ക് വിടണം. നിങ്ങളുടെ സേഫ്റ്റിക്ക് ഞാൻ ഗ്യാരണ്ടിയാണ്. താങ്ക് യു ഫോർ യുവർ കൺസേൺ സർ, ബട്ട് സോറി, ഞാനിവിടുന്ന് ആരെയും പുറത്തേക്ക് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. സർ, ഇപ്പൊ എന്റെ മെയിൻ ഡിമാൻഡ് എന്താന്ന് പറയാം. നോക്കൂ മാഡം, നിങ്ങൾ അവരെ പുറത്തേക്ക് വിട്ടില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് അകത്തേക്ക് വരേണ്ടി വരും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ സറണ്ടർ ആവും. എന്നാ പിന്നെ ജീവനെങ്ങനെ രക്ഷിക്കാൻ കഴിയും? കൂൾ സർ, ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ അകത്തേക്ക് വരികയാണെങ്കിലേ പുറത്തുള്ള പോസ്റ്റ് ബോക്സിൽ ഞാനൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്, അതും കൂടി എടുത്തോണ്ട് വന്നേക്ക്. എടുക്കെടുക്കാതെ എടുക്ക്, ഇങ്ങോട്ട് പോയിക്കേ.